ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെ വൺ ബ്ലോക്കിൻ്റെ രണ്ടാം പാർട്ടാണ്. അപ്പോൾ നമ്മളെ ഇതിനെന്താ പിങ്കില്ല, അപ്പോൾ നമ്മളെ പിങ്ക് ആടുണ്ട് ഇവിടെ. പിന്നെ ഇതൊന്നും വളർന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ബ്ലോക്ക് ഉണ്ട്, തന്നെ മൈൻഡ് ചെയ്യാം. ഗോ ഗൈസ്. ഇതെന്താ ഇതാരാന്ന് അറിയണമെങ്കിൽ പറഞ്ഞായിരുന്നു. അപ്പൊ ഇവനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങടാ പോടാ. അടിച്ചിട്ട് കൊള്ളില്ല, ഞാൻ പോണില്ല. എന്ത് ചെയ്യും ഗൈസ്? എന്തൊക്കെ കിട്ടി? ലാവ ഗൈസ്, കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഗൈസ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാണ്, പക്ഷെ മൂഞ്ചിപ്പോയി. നമുക്കിപ്പോൾ പ്രാവശ്യം നല്ലപോലെ ഉണ്ടാക്കണം. എന്നിട്ട് ഇവിടെ ഒരു കുഴി എടുക്കുക, എന്നിട്ട് സ്റ്റെപ്പ് വേണം. സ്റ്റെപ്പ് ഉണ്ടോ? സ്റ്റെപ്പ് എടുക്കുക. സ്റ്റെപ്പ് ഇവിടെ അങ്ങനെ വെക്കുക. അയ്യോ, സ്റ്റെപ്പ് പോയി ഗൈസ്. സ്റ്റെപ്പ് കിട്ടിയില്ല. സ്റ്റെപ്പ് പോയി ഗൈസ്. അതിന് ജസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടോ? നമ്മൾക്ക് 3 സ്റ്റെപ്പ് ഒന്നുകൂടെ ബാക്കിയുള്ള ഗൈസ്. കിട്ടി. നിങ്ങൾ ലൈക്കും ഷെയറും കണ്ണോളൊക്കെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ അടിക്കണം. ലൈക്ക് ബട്ടൺ. ഇനി ഇവിടെ നമ്മുടെ അടുത്തൊരു ബക്കറ്റ് വെള്ളം, ലൈക്ക് ബട്ടൺ അങ്ങോട്ട് ഒരു ബക്കറ്റ് വെള്ളം ഉണ്ട്. ലൈക്ക് ബട്ടൺ അങ്ങോട്ട് നിൽക്കാം. എന്നിട്ട് നമ്മളത് എടുക്കുക. എന്നിട്ട് ആ വെള്ളം ഇവിടെ ഒഴിക്കുക. ഇതാച്ച സ്റ്റെപ്പ് അല്ലേ ഇവിടെ ഇതിൻ്റെ പട ഒരു ബ്ലോക്ക് വിടുക. ഇവിടെ നമ്മളെ ബ്ലോക്ക് വരുന്ന സ്ഥലമാണ്. അല്ല, ഈ ഹോപ്പറിൻ്റെ ഇവിടെ ഗൈസ് നമുക്ക് ഇവിടെ ഉണ്ടാക്കണ്ട. ഇവിടെ ഉണ്ടാക്കി പൗഡിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാക്കാം. നമുക്ക് ഇത് അടക്കണമല്ലോ. അയണോണ്ട് ഗൈസ് നമ്മളെ റിച്ച് അയണോണ്ടൊക്കെ അടക്കുന്നത് ഗൈസ്. ഇവിടെ നമ്മളൊരു എടുക്കണം. അങ്ങനെയാണ് തോന്നുന്നുണ്ട്. അങ്ങനെയാണോ? അങ്ങനല്ല. നമ്മൾ സ്റ്റോൺ കയ്യിൽ അയണോണ്ട് ഇനി എടുക്കാൻ പാടില്ല ഗൈസ്. അയണൊക്കെ ലാഭം ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ഇവിടെ റോബർ സ്റ്റോൺ വെക്കുക. ഇവിടെ ഒന്ന്. എന്നിട്ട് നമ്മൾ ഇവിടെ ഒന്ന്, പിന്നെ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കുറച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഒന്ന് വെക്കണം. എന്നിട്ട് കൊടുക്കൊന്ന് വെക്കണം. അപ്പം റെഡിയായി. എന്നിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് ഒഴിക്കണം. എന്നിട്ട് നമ്മളാ സ്റ്റെപ്പ് എടുത്തിട്ട് ഇവിടെ ഇരിക്കുക. എന്നിട്ട് ഇവിടെ അങ്ങനെ വെക്കുക. അയ്യോ, റെഡിയായില്ല. അപ്പോൾ ഒന്നുകൂടി പൊട്ടിക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് വെക്കുക. അപ്പോഴും റെഡി ആവണില്ല. എന്താന്ന് അറിയണം നല്ലോ. ഒന്നുകൂടി പൊട്ടിച്ചെടുത്തിട്ട് ഇങ്ങനെ വെക്കുക. അപ്പോഴും റെഡി ആവണില്ല. പക്ഷെ അപ്പോൾ ഇങ്ങനെ മര്യാദ വെക്കുക. ഒന്നുകൂടി പൊട്ടിക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചോക്കാം. അപ്പോഴും റെഡി ആവണില്ല. ഇതെന്തുവാണ്? സ്റ്റെപ്പന്നല്ല നമ്മൾ വെക്കണത്. ഞാനല്ലോ ഈ സ്റ്റെപ്പന്നൊക്കെ വെക്കാൻ പറ്റും. നിങ്ങളൊരു ആടിനെ എന്തെങ്കിലും കിട്ടാൻ പ്രാർത്ഥിച്ചു. ഈ സ്റ്റെപ്പ് വെക്കാൻ വേണ്ട ഗൈസ്. നമുക്ക് ഞങ്ങട്ടെണ്ണ പോകണല്ലോ. ചാടിയാ പറ്റുമോ? നമ്മളെ തവളച്ചാട്ടത്തിനും ചാടൽ മത്സരത്തിനൊക്കെ നല്ല പ്രോണ്. ഞങ്ങൾ ജയിച്ച ഒന്നാസാനമായത്. അതുകൊണ്ടാണ് ഞങ്ങൾ മത്സരത്തിൽ ജയിച്ചത്. ഇങ്ങനെയാണ് വെക്കേണ്ടത് സ്റ്റെപ്പ്. പക്ഷെ അടിയിൽ അങ്ങനെയല്ലല്ലോ നിൽക്കുന്നത് ഗൈസ്. സ്റ്റെപ്പ് ഫുള്ള് കാണാനില്ല. നമുക്കൊരു ഐഡിയ നോക്കാം. ഈ ഹോപ്പറിനെ പൊട്ടിക്കണം. ഹോപ്പർ പോയിട്ടോ. ഹോപ്പറെ പോലെ കൈ കൂടി പിടിച്ചോ. കയ്യിൽ കിട്ടി തോന്നുന്നു. നോക്കട്ടെ.
ആ ബാഗിൻ്റെ ഹോപ്പറുണ്ട്. എന്നിട്ട് നമ്മൾ അവിടെ ഒരു ബ്ലോക്ക് വെക്കുക. എന്നിട്ട് ഇവിടെ ഇരിക്കണമില്ല. ഇവിടെ ഇങ്ങനെ വെച്ചാൽ പ്രശ്നമില്ലല്ലോ. എന്തുകൊണ്ട് ഒന്നും കൂടി പൊട്ടിക്കുക. അല്ലാ പോയനിട്ടാ ഗൈസ്. അതിനിവിടെ ചെസ്റ്റ് ഉണ്ട് എന്നുള്ള ഓർമ്മയിലാണ് വെക്കണം. പക്ഷെ അവിടെ ചെസ്റ്റ് ഇല്ല. ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ലേ? അപ്പോൾ പിന്നെ എന്ത് ചെയ്യും നമ്മൾ? നമുക്കൊരു ഐഡിയ ഉണ്ട്. ഈ ഭാഗത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടാക്കാം. നേരത്തെ ഉണ്ടാക്കില്ലേ? ഇവിടെ ഇട്ട് ഹോപ്പർ വെക്കണം അല്ലേ? നമ്മളെ പിക്കാക്സ് എടുത്തിട്ട് ഞാൻ മൈൻഡ് ചെയ്ത് മാറ്റി നമ്മളെ ഹോപ്പർ എടുക്കണം. ഹോപ്പറുടെ ഹോപ്പർ വാം. എന്നിട്ട് ഇതിനെ ഇവിടെ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു സാധനം ഉണ്ടോ? അയ്യോ ഗൈസ് നൈറ്റായി. നമ്മളെ ബെഡ് നമ്മൾ വാറ്റീനല്ലോ. നമ്മൾ കണ്ടെന്ന് തോന്നുന്നു. ഈ ആരാണ് പറയണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണ്. അതുവരെ തുറന്ന് പോയിട്ടില്ല. ഹോപ്പർ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഒരു സാധനം വെച്ച് നോക്കാം. കുറച്ചെല്ലാം എന്താപ്പുള്ളത് അതൊക്കെ വെച്ച് നോക്കാം. ഗൈസ് ആ ചെസ്റ്റിനിട്ട് ആയിട്ടില്ല. ജസ്റ്റ് ഇവിടുന്ന് നോക്കാം. ചെസ്റ്റിനിട്ട് അതായിട്ടില്ല ഗൈസ്. ഒന്നും കൂടി പൊട്ടിച്ച് വെക്കണം. അയ്യോ ഈ ബ്ലോക്ക് ഇവിടെ എന്തെങ്കിലാവോ? ഒന്നും കൂടി പൊട്ടിച്ച് വെച്ചോക്കാം. ഈ ബ്ലോക്ക് ഇല്ലാത്ത ഈ ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ച് നോക്കാം. എത്ര ആയിട്ട് കയ്യില്ല ഗൈസ്. ഈ ഹോപ്പറ് ചാടി അങ്ങോട്ട് താക്കിയാണ്. ഇവിടെ ഇരിക്കല്ലേ? ഇവിടെ ഇല്ല. നമ്മൾ ചാടുക ഉണ്ട്. ഇവിടെ ഒന്നുകൂടി വെക്കുക. ടൈല് സാധനം വെക്കുമ്പം അപ്പം ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആ ചെസ്റ്റിനായിട്ട് ലിങ്ക് ആയിക്കണം. നോക്കാം. അതാണ് നേരത്തെ കൂടുതൽ. ഓക്കെ ഇനി ഇതിലുള്ളതിനെ അങ്ങോട്ട് തിരിച്ചെടുക്കുക. ഓ ഇതിലുണ്ട് ഗൈസ് കേബിൾ സ്റ്റോണ്. ഓക്കെ നമ്മളെ ഇതായിട്ടുണ്ട്. ഇനി ഇവിടെ വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞാൽ സ്ലാബ് വെച്ചാണ്. ഓക്കെ ഇവിടെ നിന്നാണ് നമ്മളെ മൈനിങ് വരിക. ഇവിടെ വെള്ളമാക്കണം. എന്നിട്ട് ഇത് ഒഴിവാക്കിയിട്ട് അതിൻ്റെ അടിയിലൊരു ഇവിടെ ഒരു പ്രാവശ്യം കൂടി സ്റ്റെപ്പ് വെച്ചാലോ? എന്താ റെഡി ആവാത്തതെന്ന് പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ ഒരു ബ്ലോക്കൊക്കെ ഉണ്ടാകാൻ ആവശ്യമില്ല. ഞാൻ അറിയാതെ വെച്ചാണ്. എന്നിട്ട് നമ്മൾ ആ ചെസ്റ്റിൻ്റെ അടിയിൽ ആ ബ്ലോക്കില്ലേ അല്ലാ ഗൈസ് അയം പോയി ഗൈസ്. നമ്മുടെ അല്ല നടക്കട്ടെ അയാളാണ്. ഇത് കോസ്റ്റോണാണ്. ഇവിടെ അങ്ങനെ പൊട്ടിച്ചിട്ട് ഇവിടെയാണ് ഗൈസ് നമ്മളുടെ ഇവിടെ ഒരു വെള്ളം ഇവിടെ വെക്കുക. ഇത് ഇവിടെ നീ വെക്കുക. എന്നിട്ട് വെള്ളം അങ്ങോട്ട് പോലല്ലോ. ലാവ ഒഴിക്കണം. ലാവ ഒഴിച്ചോക്കെ ഇവിടെ നോക്കുക. അയ്യോ ഇവിടെ ഒരല്ലോ. അവിടെ ഒരെത്താൻ പാടില്ല. എന്ത് ചെയ്യും? ചെറിയൊരു കോബിൾ സ്റ്റോൺ ജനറേറ്ററാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ എല്ലായിടത്തും പോകും. പോവും. അതെനിക്കറിയാം. ഇവിടെ ഒരു പൊട്ടിച്ചാൽ എന്നിട്ട് ഈ വെള്ളം തിരിച്ചെടുക്കുക. വെള്ളം എന്നിട്ട് ഈ സ്ഥലം ഒന്നും കൂടി അടിയിൽ കാണണം. അയ്യോ അവിടെ ഇവിടെ അല്ല ഒന്നെടുക്ക്. ഇവിടെ അയ്യോ എനിക്ക് ഇവിടെ ഹോപ്പറിൻ്റെ ഉള്ളിലല്ല, ഹോപ്പറിൻ്റെ ഇവിടെ. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ റെഡിയാണ്. ഇവിടെ വയ്ക്കാം. ഹോപ്പറിൻ്റെ ഉള്ളിലേക്ക് പോകും. എടുക്കുക. എന്നിട്ട് ഇപ്പുറത്തേക്ക് വരില്ല. ആ വയ്ക്കാനുള്ള സെറ്റിൽ വരിക. എന്നിട്ട് ഈ ബ്ലോക്ക് പൊട്ടിക്കണം. അപ്പം അതങ്ങോട്ട് പോവില്ല. പിന്നെ ഈ ഒരു ബ്ലോക്കിനെ പൊട്ടിക്കണം. ഈ ബ്ലോക്കിനെ പൊട്ടിച്ചുകൊണ്ട് ആ ചെസ്റ്റ് കാണില്ലല്ലോ. ആ ചെസ്റ്റിന് ആവാൻ പാടില്ല. ചെസ്റ്റിനൊക്കെ ചിലപ്പം ലാവാവും. എന്ത് ചെയ്യും? സാരില്ല. അതിന് തിരിച്ചു പോകുന്നതിന് നമുക്ക് ഫോക്ക് വെച്ച് കൊണ്ടിരും. അതില്ല ചെസ്റ്റ് അപ്പം ഈ ഹോപ്പറിൻ്റെ പോവില്ലല്ലോ.
കോപ്പർ കൂടെ പോലല്ലോ. ഒന്നുകൂടി നമുക്ക് പൊട്ടിച്ച് നിലം കാണുന്ന രീതിയിൽ എത്തിക്കണം. എത്തിയിട്ടുണ്ട്. ഇനി ലാവ് ഒഴിച്ചാൽ പണിയാവില്ലല്ലോ. ഇതാവാത്ത വെറുതെ ഗൈസ് വെള്ളത്തിൽ പൊക്കി വെക്കണം. അപ്പം അത് ഒബ്സീഡിയൻ ആവും തോന്നുന്നുണ്ട് ഗൈസ്. ഗൈസ് റെഡിയായി. ഇനി ഒബ്സീഡിയൻ ആവും ഉറപ്പാ. ഒബ്സീഡിയൻ ആവും. എനിക്കൊരു ഓർമ്മ കിട്ടണില്ല ഗൈസ്. എങ്ങനെയാണ് ഉണ്ടാക്കല് അതൊന്ന് പൊട്ടിച്ചാണല്ലോ. നമ്മളെ കോപ്പറിനെയും ചെസ്റ്റിനൊക്കെ തിരിച്ചെടുക്കാം. പൊട്ടിച്ചാൽ കുഴപ്പമുണ്ടാവില്ലല്ലോ. എന്നിട്ട് ഇവിടെ ഒരു ടെമ്പററി ബ്ലോക്ക് വെക്കുക. ടൈം നിൽക്കുക. അതിൻ്റെ അടിയിൽ ചെസ്റ്റിനടിയിൽ ബ്ലോക്ക് ഉണ്ടാവുമോ? ഞാൻ നോക്കട്ടെ. ചോറാണോ? ഇത് എത്രയായിട്ട് റെഡി ആവില്ല. നമ്മൾ ഈ ചെസ്റ്റൊക്കെ പൊട്ടിച്ചെടുക്കാൻ നോക്കുകയാണ്. ചെസ്റ്റ് നമുക്ക് തന്നെ ഊണാതിയേ. ചെസ്റ്റ് കിട്ടുമോ? രണ്ട് ചെസ്റ്റ് കുഴപ്പമില്ല. ഞാൻ പേടിച്ചു ഏതാ സോംബി അപ്പം ഇവിടെ നിൽക്കണം. ഇതെന്താ ഗ്ലിച്ച്? എന്തൊരു ഗ്ലിച്ചാ? ഞാൻ വിചാരിച്ചു ഞാൻ പറക്കാണ്. ഈ പോട്ടാനാണെങ്കിൽ ഒന്നും കൂടി ചെസ്റ്റിൻ്റെ മേലെ ഒന്ന് മൈൻഡ് ചെയ്യാം. നമ്മളടുത്തെത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ മൂടണം. അതാണ് ഏറ്റവും വലിയ റിസ്ക്. ഇനി ഇവിടെ ഒരു ബ്ലോക്ക് വെക്കുക. ഇവിടെ ഒരു ബ്ലോക്ക് വെക്കുക. ഇനി കോബിൾ സ്റ്റോണൊക്കെ ഇവിടുന്ന് പൊട്ടിക്കുക. ഇതൊഴിവാക്കുക. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കണം. എന്നിട്ട് കുറച്ച് ഇതിനെ ഡ്രസ് അടിക്കുക. അപ്പം ഗായ്സ് അപ്പം നമ്മളെ ഇതൊക്കെ റെഡിയാക്കുകയാണ്. അപ്പം ഗായ്സ് ഇന്നത്തെ ഇതൊന്ന് റെഡിയാക്കുകയാണ് ഞാൻ. അപ്പോൾ റെഡിയാക്കി കഴിഞ്ഞാൽ ഓക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കോബിൾ സ്റ്റോൺ ജനറേറ്റർ അടുത്ത വീഡിയോയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ബൈ ബൈ.